എല്ലാവർക്കും ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ നാട്ടിൽ കുടുംബസംഗമം പിന്നെ ഓണപ്പരിപാടി ഇവിടെ അലാമി വളപ്പ് തറവാട് ഈ തറവാട്ട് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ നാട്ടിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക്, അതായത് 10th പാസ് ഔട്ടായ കുട്ടികൾക്ക്, പിന്നെ മറ്റേ കുട്ടികൾ, അതായത് കലാപരമായി മികവ് തെളിയിച്ച കുറച്ച് കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് അപ്രീഷിയേഷൻ പോലെ നമ്മൾ ചെറുതായിട്ടൊരു മൊമെൻ്റോ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം അത് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരും വന്നിട്ടില്ല ഇവിടെ, കുറച്ച് കഴിയുമ്പോൾ പരിപാടിയൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മളൊരു സ്വന്തത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ SLC കുട്ടികൾ മാത്രമല്ല സ്പോർട്സിൽ പിന്നെ പാർട്ടിയിൽ എല്ലാം കൂടി കുറച്ച് പേരും പ്രസക്തി വന്ന ഒരു കുടുംബസംഘം വന്നു. അതിലൊന്ന് നമ്മുടെ ടാറ്റ വേണുൻ്റെ മകൻ ഫെൻസിങ്ങിൽ പാർപ്പയ്ക്ക് അതിൽ സംസ്ഥാന ലെവലിൽ അയാൾക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അയാൾക്കിപ്പോൾ ഇന്ന് വല്ലതാണ് കന്യാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അയാൾ തൃശ്ശൂരിലേക്ക് ഒരു മത്സരത്തിന് പോയതുകൊണ്ട് അയാൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ റെക്കോർഡ് ഓഫ് കുട്ടിയിൽ, അത് റയാൽ ലതീഷ്. അവർ ഇപ്പോൾ സാങ്കേതിക കാരണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മറ്റേ കച്ചൽ പൈപ്പ് അതായത് മാർക്കറ്റിൽ മെഡൽ കിട്ടിയ അനുഷ്ഠിച്ച അവൾക്ക് അവളും ഇപ്പം സംഘടന എത്തിയിട്ടില്ല, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പായത്തില്ല ഡോക്ടർ പുണ്യകൃഷ്ണൻ, അവരും സ്റ്റേറ്റ് ലെവലിൽ സംസ്ഥാന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടാതെ പ്രത്യേകം പറഞ്ഞാൽ ഒരു അനീഷാണ്, അവിടെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ അവസാനിക്കുന്നുണ്ട്. അവളിപ്പോൾ ലൈവ് ഇന്ന് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട് വരാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഗൾഫിൽ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം ഇന്നലെ ഇങ്ങനെയായിട്ട് പോയി വന്നു. അവശ്യം അത് അവിടെ മാനമ്പഴത്തൂർ പ്രസിഡന്റ് മകൻ്റെ മകളാണ്. അവളിപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ പാട്ട് പാടുന്നത്. ഇപ്പോൾ 2 ലക്ഷം കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഒന്നൊക്കെ എത്തുന്നുണ്ട്. അത് സന്തോഷകരമാണ്. പക്ഷേ ആൾക്കാരൊക്കെ നമ്മൾ വളരെ കുറഞ്ഞു നിർവഹിക്കും. പക്ഷേ അപ്പോൾ ഒരു പ്രത്യേക പരിപാടി ആക്കുമ്പോൾ അതിനെ ഉത്സാഹം എല്ലാവർക്കാണ്. അങ്ങനെ പിന്നെ വേദിയിരിക്കുന്ന എല്ലാവരും ഒന്ന് ആദരിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ അലാമി തറവാട്ടിലെ സെക്രട്ടറി ശ്രീ എക്കാർക്കിത്തൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അലാമി വളപ്പ് തറവാട്ടിൽ വെച്ച് രൂപം കൊണ്ട ട്യൂബ് ലീഗ് കമ്മിറ്റി അഥവാ കുടുംബ കൂട്ടായ്മയുടെ കുടുംബസംഘമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ക്ലബ്ബുകളും വായനശാലകളും കൂട്ടായ്മകളും അന്യകൊണ്ടുനിന്നിരിക്കുന്ന കാലത്താണ് നമുക്ക് വീക്ഷിക്കുന്നത്. ചെറുപ്പക്കാർ കിട്ടാൻ കാര്യങ്ങളൊന്നും ആരും കടന്നു വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ക്ലബ്ബുകളും വായനശാലകളും കൂട്ടായ്മകളും. അപ്പോൾ ഇപ്പോൾ അതിന് ഇപ്പോഴുള്ള നിലവിലെന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം കഴിഞ്ഞവരും അർദ്ധവൃത്തം മറപ്പൊടിയുള്ളവരാണ് ഇതിൽ. ചെറുപ്പക്കാരും ഇതിലേക്ക് മുൻകൈയെടുത്ത് വരുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് എല്ലാവർക്കും കാണുന്നത്. പാലക്കാട് പോലീസ് ഉത്സവങ്ങളിൽ വെളിച്ചക്കുറവ് കാരണം പണ്ട് അലാമി വളപ്പ് തറവാട് വെച്ച് ബന്ധപ്പെട്ടവർ ട്യൂബ് ലൈറ്റ് കമ്മിറ്റിയാണ് ഇന്നിപ്പോൾ കൂട്ടായ്മയുടെ കുടുംബസംഘം നടത്തുന്നത്. അപ്പോൾ അവർ അതുമാത്രമല്ല, ജീവിതകാരുണ്യ പ്രവർത്തനങ്ങളിലും ചികിത്സാ സഹായമായാലും വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പ്രോത്സാഹനം ചെയ്യുകയും അവർക്ക് ആദരിക്കണമെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇനിയും അവർക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടി ഔപചാരിക തയ്യാറിക്കുന്നു.
സമിതിയുടെ പ്രസിഡന്റായിരുന്നത് കരകത്തിലെ പ്രസിഡന്റായിരുന്നു പറയുന്നത്. നമ്മുടെ പ്രാദേശിക സെക്രട്ടറി 3 പേരും നമ്മുടെ കൂട്ടായ്മ എന്ന ആൾക്കാരായിട്ട് നമുക്ക് അഭിമാനമാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്തത് കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംസാരിക്കുന്നു. ഈ സേവന അതിനു വേണ്ടി സ്വീകരണം യുക്തികരണം അടുത്തതായി കേരള സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് ലെവൽ വൃന്ദവാദ്യ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അൻഷിക ബാലകൃഷ്ണൻ ക്ഷണിക്കുന്നു. അതിന് സ്വീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിനോദ് ക്ഷണിക്കുന്നു. യൂണിവേഴ്സിറ്റി ഇന്ത്യൻ കോളേജ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നേടിയ നേതാവ് ബാലകൃഷ്ണൻ. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിനിദേശൻ സഹായമാണ്. കാർത്തിയാനി കുന്നുകൾ നൽകുന്നതിനായി അനാഥ സർവാദി സെക്രട്ടറി കൃഷ്ണ ക്ഷണിക്കുന്നു. അടുത്തതായി ദീപക് ഭാസ്കർ വളപ്പ് ഉമേഷ് വിഷ്ണു തൃക്കണ്ണാട് ഈ സമ്മാനം നറുക്കെടുക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് കൊണ്ടുവരണമെന്ന് ആദ്യം പറയുന്നു. കൊണ്ടുവന്നാക്കി ഉണ്ടെങ്കിൽ വന്ന ആൾ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അടുത്തായിട്ട് ആ തെറ്റിരിക്കാൻ പറഞ്ഞു. അതിനാണ് പരിപാടി. നമ്മൾ ഈ നാട്ടിലുള്ള ഏകദേശം എല്ലാ വീട്ടിൽ പോയിട്ട് ഒരു കൂപ്പൺ കൊടുക്കും. എന്നിട്ട് ആ കൂപ്പൺ ഈ ഒരു ദിവസം നമ്മൾ നറുക്കെടുക്കുന്നതാണ്. അപ്പോൾ നറുക്കെടുത്ത് കിട്ടിയവർക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞ് നറുക്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ ആ സമ്മാനം കിട്ടണമെങ്കിൽ ആ കൂപ്പൺ ഈ ഒരു ദിവസം എല്ലാവരും കൊണ്ടുവരണം. കുറച്ച് പേര് കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് നറുക്ക് കിട്ടിയായിരുന്നു, പക്ഷെ സമ്മാനം കിട്ടിയില്ല. കൂപ്പൺ നമ്പർ 85.
കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കൂട്ടായ്മയുടെ ഭാരതത്തിലെ ക്ഷേത്രമറ്റ സമിതിയുടെ പ്രസിഡന്റ് രീതിയിൽ ഞാൻ 3ാമത്തെ തവണയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയിരിക്കുന്നത്. ഇതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ഞാൻ ചുമതലയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം നൽകിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഇതിനുള്ള അനുഭവം. ഏതായാലും നിങ്ങളുടെ ഈ അനുമോദനങ്ങൾക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ നേരത്തെ എന്നോടൊപ്പം അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ പലരുടെ പേര് ഞാൻ വായിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ല, ഏകദേശം നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന വിജയങ്ങൾ സ്വീകരിച്ച ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അനുമോദിക്കാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിക്കാത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില അസൗകര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം സംഭവമാണ് നമ്മുടെ പിന്നെ വിനോദത്തിന്റെ മകൾ കുട്ടി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കാണിയുള്ള ആ പരിപാടിയുടെ പ്രേക്ഷകരുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്നു. കൂട്ടായ്മയാണ്. പണ്ടുകാലത്ത് ഉത്സവങ്ങളിൽ അമ്പലത്തിൽ പോകാൻ വഴിയിൽ വെയിറ്റില്ലാത്ത സമയത്ത് ട്യൂബ്ലൈറ്റ് വേണമെന്ന ആശയത്തോടെ ജർമ്മൻ പ്രാദേശികത്തിലെ 60ഓളം വരുന്ന വീട്ടുകാർ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ഇത്. അത് 44 വർഷം പഴക്കമുള്ള ഈ ഞാൻ അറിയില്ല, പക്ഷേ ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഒത്തിരി ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണണം. ഇതിന് സഹകരിച്ച് എല്ലാവരും ഒത്തിരിമയോടെ നിന്നുകൊണ്ടാണ് ഈ കൂട്ടായ്മ വിജയകരമായി പോകുന്നത്. അതുമാത്രമല്ല പല കാര്യങ്ങളിലും കലയിലായാലും എല്ലാം പ്രോത്സാഹനം നൽകി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാനും ഇത്രയും കാലം നല്ല സപ്പോർട്ട് ചെയ്ത് ഇതിന് മുൻപോട്ട് കൊണ്ടുപോകാൻ ഭാഗമായിട്ടും കൂടാതെ എല്ലാവർക്കും വലിയ ഉദാഹരണമുണ്ട്. അതുകൊണ്ട് ഇത്രയും വിജയകരമായി ഈ നല്ല പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജൂബിലി കൂട്ടായ്മയ്ക്കും ഈ ഞാൻ അടക്കമുള്ള ഈ പൊതുവൽ എല്ലാവരും ഇതിലേക്ക് ആക്ടിവായി പ്രവർത്തിച്ച് കൂട്ടായ്മ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും എല്ലാം കൂടി നിങ്ങൾ മാത്രം നമുക്ക് മുൻപോട്ട് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പറയാനില്ല. സംസാരിച്ചിട്ട് ഈ അനുമോദനം നല്ല കുടുംബത്തിൻ്റെ അറിയില്ല. എന്റെ മുമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരോട് ഫേസ് ചെയ്തിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോ ഈ ഒരു ഇത് തന്നെ കുടുംബത്തിന് എല്ലാവർക്കും നന്ദി. എനിക്കൊരു കുറെ അനിയന്മാര് എല്ലാവരും ഉണ്ട്. അവർക്ക് ഇതെല്ലാം ഒരു പ്രചോദനമായിരിക്കും. എല്ലാവരും നല്ലോണം പഠിക്കാം. ഇപ്പോ എനിക്കിവിടെ കിട്ടിയത് പഠിത്തത്തിൽ മാത്രമല്ല, ഞാൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തേടിയിട്ടുണ്ടാകും. അപ്പോ അതുകൊണ്ട് എന്താ വെച്ചാൽ സ്പോർട്സിലായാലും പഠിത്തത്തിലായാലും എല്ലാവരും നല്ലോണം പഠിക്കും. ഇതെല്ലാവർക്കും പ്രചോദനമാണ്. രണ്ട് വാർത്ത സംസാരിച്ച് ഈ അനുമോദനം നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആരും പിരിഞ്ഞു പോകണ്ട. ഇവിടെ ചായയും ഫോട്ടോഗ്രാഫിയും മത്സരങ്ങളുണ്ട്.
അടുത്തതായി കുട്ടികളുടെ ഗെയിംസാണ്, അതായത് കസരക്കളി, ബോൾ പാസിങ്, കൈ പറത്തൽ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.